ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മി ജോവിൻ ആൻഡ് വെൽക്കം ടു ടർബോ ജോവിൻ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സ്വാതന്ത്ര്യദിനാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളൊരു തലമുറേനെ തന്നെ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടാൻ, പൊളിറ്റിക്കൽ ഫ്രീഡം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് കിട്ടാൻ വേണ്ടി ഒരുപാട് പേരുടെ ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് അനുഭവിച്ച് തല്ലുകൊണ്ട്, ചവിട്ടുകൊണ്ട്, ഇടികൊണ്ട്, ഒളിവിൽ കഴിഞ്ഞ് കുടുംബം ഉപേക്ഷിച്ച് പോകേണ്ടതെന്ന് അങ്ങനെ നമ്മൾ സങ്കല്പിക്കാനാവാത്ത കുറെ കാര്യങ്ങളിലൂടെ കടന്നു പോയി പോരാടി നേടി തന്നതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനം. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, അപ്പോൾ അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട്, നമ്മുടെ ധീരരായ പോരാളികളൊക്കെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ ചാനൽ ഇന്നത്തെ ഈ വീഡിയോ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കാർ ഹബിലാണ്. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർച്യൂണർ ഉണ്ട്, ബ്രസ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ടി യു ഉണ്ട്, അതിൻ്റെ പിന്നിൽ ഹോണ്ട സിറ്റി ഉണ്ട്, ഇന്നോവ ഉണ്ട്, ക്രെറ്റ ഉണ്ട്, അമേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആണെങ്കിലും നിങ്ങൾ കാണാൻ അത്യാവശ്യം നല്ല വണ്ടികളാണ്. വണ്ടികളുടെ റേറ്റ്, ഇൻറ്റീരിയർ നമ്മൾ ഇത്തവണ വീഡിയോയിൽ കുറച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഏതെങ്കിലും വണ്ടീനെ കുറിച്ച് നിങ്ങൾക്ക് താല്പര്യം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ 8184000666 എൻ്റെ പേഴ്സണൽ നമ്പറാണ്. രാവിലെ ഒരു 10 തൊട്ട് 5:30 വരെ വിളിക്കുക, ഞാൻ അവൈലബിൾ ആയിരിക്കും. 5:30 കഴിഞ്ഞാൽ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ വാട്സപ്പ് നമ്പറും കൂടിയാണ്, അതിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി വണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വിളിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തിരിച്ച് വിളിക്കുകയോ ഒക്കെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പരമാവധി നല്ല രീതിയിലാണ് നമ്മൾ പ്രൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളാണ് ഒക്കെ. അപ്പോൾ നല്ല വണ്ടികളാണ്. ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഒന്നും പറയുന്നില്ല, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വണ്ടികൾ നോക്കാം. ഫ്രണ്ടിൽ ഇങ്ങനെ ഫോർച്യൂണർ തൊട്ട് നിരന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ് ഇന്ത്യയുടെ യുവതലമുറയുടെ ചങ്കിടപ്പായ സ്വിഫ്റ്റ് തന്നെ തുടങ്ങിയാലോ. നല്ല അടിപൊളി റെഡ് കളറിലുള്ള ഒരു സ്വിഫ്റ്റ് ഉണ്ട് നമുക്ക്. ഡീസൽ വണ്ടിയാണ് സ്വിഫ്റ്റ് VDI 2019 മോഡല് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ, നല്ല മൈലേജ് പവർ കാര്യങ്ങളൊക്കെ ഉള്ള സ്വിഫ്റ്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ് ഉള്ള വണ്ടി. 58,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. നമുക്ക് ഇന്റീരിയർ ഒക്കെ നോക്കാം. ഇപ്പൊ എക്സ്റ്റീരിയർ നല്ല റെഡ് കളറാണെങ്കിൽ ഇന്റീരിയറിൽ നല്ല ബ്ലാക്ക് കളറാണ്. ഈ റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. നല്ല സ്പോർട്ടി കോമ്പിനേഷൻ ആണ്, കാണാൻ നല്ല രസമാണ് കാണാൻ. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സീറ്റൊക്കെ നോക്കിക്കോളൂ, ഇന്റീരിയർ ഒക്കെ. പുറത്തുനിന്ന് സണ്ണിന്റെ ഗ്ലെയർ അടിക്കുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ഫ്രണ്ട് റോയിലെ വണ്ടികൾ. ബാക്കി പോകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല, ഇന്റീരിയർ ഒക്കെ നന്നായിട്ട് കാണാം. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,60,60,000 രൂപയാണ്. 2019 മോഡൽ കേട്ടോ. നല്ലൊരു വണ്ടിയാണ് സ്വിഫ്റ്റ് VDI ഡീസൽ വണ്ടി. ഇതിനപ്പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ ബ്രസയാണ്, ടോപ്പിന്റെ വേരിയന്റ് ZDI+ ഡ്യുവൽ ടോൺ. ഇതും റെഡും മുകളിൽ ഈ ബ്ലാക്ക് ഡ്യുവൽ ടോൺ കളർ, അത് നല്ല രസമുള്ള വണ്ടിയാണ്. ഇതും ഡീസൽ വണ്ടിയാണ്. ടോപ്പ് മോഡല് ZDI+, സിംഗിൾ ഓണർ വണ്ടി. 1,21,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. നോക്കിക്കോളൂ, ZDI+, ബ്രസ. എന്താ പറയാ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസിന്റെ ഒക്കെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ് ബ്രസ എന്ന് പറയുന്നത്. നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് പവർ എല്ലാം കൊണ്ടും ഓടിക്കാനും ഒരു SUV ഫീലർ, സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കിക്കോളൂ, വളരെ നല്ലൊരു വണ്ടിയാണ്. നല്ലൊരു പർച്ചേസ് ആണ് ഈ വരുന്നത്. ഇന്റീരിയർ ഒക്കെ നോക്കാം. ഇതില് 2016 മോഡലാണ്, സിംഗിൾ ഓണർ, 1,21,000 കിലോമീറ്റർ, ടോപ്പിന്റെ വേരിയന്റ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 6,60,000 രൂപയാണ്. ഇതിനും 6,60,000, സ്വിഫ്റ്റിനും 6,60,000. പിന്നെ വരുന്നത് നമ്മുടെ ഫോർച്യൂണർ വണ്ടിയാണ്. ഫോർച്യൂണർ രജിസ്ട്രേഷൻ വണ്ടിയാട്ടോ. ഡൽഹി വണ്ടിയായിരുന്നു, ഇപ്പൊ കേരളേറ്റ് ആക്കിയിട്ടുള്ള വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് 2015 മോഡല് ഫോർച്യൂണർ ആണ്. കമ്പനി സർവീസ് ഒക്കെ, ഓൾമോസ്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കിക്കോളൂ നിങ്ങൾ, നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി ആണ് വരുന്നത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. ഇത് കേരള വണ്ടി ആക്കി. ഇനി നിങ്ങൾ വേറെ ടാക്സ് അടയ്ക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല. കേരളേറ്റ് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ഇതിലാണ്, നല്ല കണ്ടീഷനിലൊക്കെ ഇരിക്കുന്ന വണ്ടി. ഇന്റീരിയർ ഒക്കെ നോക്കിക്കോളൂ, സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഫോർച്യൂണർ 2 വീൽ ഡ്രൈവ്, റിയൽ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് അല്ല, 2 വീൽ ഡ്രൈവ്, 2015 മോഡല്, 1,18,000, സെക്കൻഡ് ഓണർ. അത് കേരളയിലാക്കുമ്പോൾ സെക്കൻഡ് ഓണർ ആവൂലോ. 3 ലിറ്ററിന്റെ എഞ്ചിൻ. 15 ലക്ഷമാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ പറയുന്ന പ്രൈസ് ഒക്കെ ഇതിന്റെ എക്സ്ട്രാ നമുക്ക് ഷോറൂം കമ്മീഷൻ എക്സ്ട്രാ വരും. അതുപോലെ പേര് മാറാനുള്ള RTO ചാർജസും എക്സ്ട്രാ വരും കേട്ടോ.
കാരണം ഒക്കെ പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്, ഷോറൂം കമ്മീഷൻ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒരു KUV 100 K2 മോഡലാണ് വരുന്നത്, KUV 100. ഈ വണ്ടിയുടെ ഏറ്റവും ഒരു സവിശേഷത എന്ന് പറയുന്നത്, സാധാരണ ഹാച്ച് ബാക്ക് ഒക്കെ 5 സീറ്റർ ആണെങ്കിൽ ഇത് RC തന്നെ 6 സീറ്റർ ആണ്. അതായത് മുന്നിൽ 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ KUV 100 ഉള്ളത്. 3 പേർക്ക് ഫ്രണ്ടിൽ ഇരിക്കുക. അത് ഇന്റീരിയർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം അതിന്റെ ഗിയറിന്റെ പൊസിഷൻ ഒക്കെ വരുന്നത് ഇപ്പൊ ഈ മുകളിലാണ്. ഇപ്പൊ ഈ സീറ്റില് ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ടിൽ തന്നെ 3 സീറ്റ് ഉണ്ട്. അപ്പൊ KUV 100 K2 വേരിയന്റ് വരുന്നത് 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, റീപ്ലേസ്മെന്റും ഒന്നുമില്ല. പെട്രോൾ വണ്ടിയാണ്, 6 സീറ്റർ വണ്ടി. 4 ബേസ് വേരിയന്റ് ആണെങ്കിലും 4 വിൻഡോയും പവർ വിൻഡോ ഒക്കെ ആക്കിയിട്ടുള്ള വണ്ടിയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വണ്ടിയാണ്, പെട്രോൾ വേരിയന്റ്. ഇത് 3.5 ലക്ഷമാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്, 3.5 lakhs. ഓക്കെ, KUV 100. നമ്മുടെ ഇതിൽ വേറെ 2 KUV കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ടുള്ള KUV ഇതാണ്. ഇനി 2 KUV കൂടി ഉണ്ട്. പിന്നെ വരുന്നത് ഒരു ഇയോൺ 2012 മോഡല് ഡിലൈറ്റ് പ്ലസ് വേരിയന്റ്, 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇയോൺ 2012 മോഡല്, 3rd ഓണർ. ആക്സിഡന്റോ ഫ്ലഡോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ല. പെട്രോൾ വണ്ടി, അലോയ് വീലൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള വണ്ടി. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,75,000 രൂപയാണ്. നീറ്റ് വണ്ടി. നിങ്ങൾ എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ നോക്കിക്കോ, നല്ല രീതിയിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീല് കാര്യങ്ങൾ കിട്ടാണ്. അപ്പൊ ചെറിയ ഫാമിലിക്കൊക്കെ ഒരു വണ്ടി ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു വണ്ടിയാണ്. 1,75,000 രൂപയുള്ളൂ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. നല്ലൊരു വണ്ടിയാണ് ഇയോണിന്റെ 2012 മോഡല് ഡിലൈറ്റ് പ്ലസ്. ഇനി വരുന്നത് നമുക്കൊരു ബലീനോ ആണ്. മാരുതിയുടെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ബലീനോ എന്ന് പറയുന്നത്. ഇത് പെട്രോളാണ്, ബലീനോ പെട്രോള് 2018 മോഡല് സിംഗിൾ ഓണർ വണ്ടി. നല്ല ഈ കളറിൽ ബലീനോ കാണാൻ നല്ല ലുക്കാട്ടോ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല ലുക്കാണ് ഈ ഒരു ബ്ലൂ കളറിൽ വരുന്നത്. ഇത് 2018 മോഡല് സിംഗിൾ ഓണർ ഡെൽറ്റ വേരിയന്റ് ആണ്. 75,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്, സിംഗിൾ ഓണർ വണ്ടി. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിക്കോട്ടെ, ഇതില് ബ്ലാക്ക് ആണ് സീറ്റ് വരുന്നത്, പക്ഷെ ആ വൈറ്റ് ലൈനിങ് ഉണ്ടല്ലോ, അത് നല്ല രസമായിട്ടുണ്ട്. അതൊരു വേറെ ഒരു അപ്പിയറൻസ് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്, ലൈനിങ് ഒക്കെ കൊടുത്തിട്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,80,000 രൂപയാണ്. ആക്സിഡന്റോ ഫ്ലഡോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, കമ്പനി സർവീസ് ഉണ്ട്. 5,80,000 രൂപയ്ക്ക് ഒരു 2018 പെട്രോൾ വേരിയന്റ് ഡെൽറ്റ വേരിയന്റ് ബലീനോ അടിപൊളി ബൈയാണ് നിങ്ങൾക്ക്. ഇതിനൊക്കെ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും കേട്ടോ. 90% അബോ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് സുസുക്കി ബലീനോ, മാരുതി സുസുക്കിയുടെ. പിന്നെ അതിന്റെ അപ്പുറത്തൊരു ഗ്രാൻഡ് ഐറ്റൻ വണ്ടിയാണ്, ഗ്രേ കളറിലുള്ളത്. 2019 മോഡല് പെട്രോള് സിംഗിൾ ഓണർ വണ്ടി, മാഗ്ന വേരിയന്റ്. ഗ്രാൻഡ് ഐറ്റൻ പെട്രോള് 2019 മോഡല് മാഗ്ന വേരിയന്റ്. 61,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. നമ്മൾ വണ്ടി കാണിക്കുമ്പോൾ നിങ്ങൾ ഇന്റീരിയർ 1.2 ലിറ്റർ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ക്വാളിറ്റിയും കൂടി നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നിങ്ങൾ അത് നോക്കുമ്പോൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ വണ്ടിയുടെ ക്വാളിറ്റിയും കൂടി നോക്കാം, പെയിന്റ് ക്വാളിറ്റി ഇന്റീരിയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ നോക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലാണെന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് 61,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഈ വണ്ടി. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 4.5 ലക്ഷം രൂപയാണ്, 4.5 lakhs ആണ്. ഗ്രാൻഡ് ഐറ്റൻ 2019 മോഡല് പെട്രോള് മാഗ്ന വേരിയന്റ് സിംഗിൾ ഓണർ, 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. 4.5 ലക്ഷം രൂപ ഗ്രാൻഡ് ഐറ്റൻ മാഗ്ന, നല്ലൊരു വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് ഫാമിലിക്ക് വാങ്ങാൻ പറ്റിയ അടിപൊളി കുഞ്ഞു വണ്ടിയാണ്. പിന്നെ ഒരു ഹോണ്ട സിറ്റി, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് ഹോണ്ട സിറ്റി. നമ്മുടെ കയ്യിൽ ഒരു ഹോണ്ട സിറ്റി, അതും ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ, അതായത് പവറും മൈലേജും കമ്പൈൻഡ് ആയിട്ടുള്ളത്. പിന്നെ ഈ വൈറ്റ് കളർ, ഇതും ഒരു പ്രീമിയം കളറാണ് ഹോണ്ട സിറ്റി. നല്ല കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡ് ഒന്നും ഇല്ല, കമ്പനി സർവീസിൽ നിൽക്കണ 2015 മോഡല് സിംഗിൾ ഓണർ, 1,80,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള SV വേരിയന്റ്. ഹോണ്ട സിറ്റി ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ SV വേരിയന്റ് 2015 മോഡല് സിംഗിൾ ഓണർ, 1,80,000 കിലോമീറ്റർ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ ഒക്കെ നോക്കാം, ബീച്ച് കളറൊക്കെ. സെഡാൻ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് എപ്പോഴും ഹോണ്ട സിറ്റി ആയിരിക്കും. നല്ല റൈഡ് കംഫർട്ടാണ്, പ്രത്യേകിച്ച് ഈ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 6,80,000 രൂപ. 6,80,000 രൂപയ്ക്ക് ഒരു ഡീസൽ മാനുവൽ ഹോണ്ട സിറ്റി 2015 മോഡല് കിട്ടുന്നത്.
നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടും, ലോ മെയിൻ്റനൻസ് ആണ്, റീസെയിൽ വാല്യൂ ഉണ്ട്. നിങ്ങൾ ഈ വണ്ടിക്ക് എന്ന് വിൽക്കാൻ പോയാലും നിങ്ങൾക്ക് നല്ലൊരു വിലയും കിട്ടുന്ന ഒരു വണ്ടിയാണ് ഹോണ്ടയുടെ വണ്ടികൾ, പ്രത്യേകിച്ച് ഹോണ്ട സിറ്റി. ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇത് സ്വിഫ്റ്റ് ഡിസയർ VDI 2017 മോഡല് ഡീസൽ വേരിയന്റ്. സ്വിഫ്റ്റ് ഡിസയർ VDI 2017 മോഡല് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. കേലൈറ്റ് വണ്ടി നമ്മുടെ 2017 മോഡല് സിംഗിള് കമ്പനി സർവീസിലുള്ള വണ്ടിയാണ് ഇത് വരുന്നത്. 1,29,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് ഒക്കെ ഉണ്ട്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കിക്കോളൂ. ഇതിന്റെ ഇന്റീരിയർ നമ്മൾ നോക്കുമ്പോൾ എക്സ്റ്റീരിയർ വൈറ്റ്, ഇന്റീരിയർ വരുമ്പോൾ ഈ ബീച്ച് കളർ നല്ല രസമായിട്ടുണ്ട് കാണാൻ. പ്രത്യേകിച്ച് ആ വുഡൻ ട്രീറ്റ്മെന്റ് ഒക്കെ മുകളിൽ കൊടുക്കുമ്പോൾ ചെറിയൊരു പ്രീമിയം ഒരു അപ്പ് മാർക്കറ്റ് ഫീല് നമുക്ക് ഇതിൽ സീറ്റ് ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഒരു റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടി ആ ഒരു ഫീൽ എന്തായാലും ഇതിലുണ്ട്. നല്ല രീതിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെഡാനുകളൊക്കെ നോക്കുമ്പോൾ ഹോണ്ട സിറ്റി, സ്വിഫ്റ്റ് ഡിസയർ ഒക്കെ നോക്കാം. പിന്നില് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങള്, ആം റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു സെഡാനൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നോക്കാം. ലോ മെയിൻ്റനൻസ് ആണ്, നല്ല റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 5,99,000 രൂപയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഞാനൊരു സെഡാൻ തന്നെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഹോണ്ട സിറ്റി കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെയുള്ള ഇതാണ് അമേസ് എന്ന് പറയുന്നത്, ഹോണ്ടയുടെ അമേസ്. ഇത് 1.5 VH ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി. അമേസ് ഡീസൽ ഫുൾ ഓപ്ഷൻ 1.5 ലിറ്റർ VH എഞ്ചിൻ, 2013 മോഡല്, 2014 രജിസ്ട്രേഷൻ, ID.Tech എഞ്ചിൻ കേട്ടോ. നല്ല പവറും നല്ല മൈലേജും. ഇതാണ് നമ്മൾ പെട്രോൾ ആകുമ്പോൾ മൈലേജിൽ കുറച്ച് ഒരു കോംപ്രമൈസ് ഉണ്ട്. ഇത് അത് നോക്കണ്ട, നല്ല മൈലേജും പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കിക്കോ, വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് അമേസ്. 2013 മോഡല്, 14 രജിസ്ട്രേഷൻ, 2014 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ വണ്ടിയാണ്. എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ സിംഗിൾ ഓണർ വണ്ടി, മാക്സിമം സെക്കൻഡ് ഓണർ വണ്ടി വരെയൊക്കെ നമുക്ക് നോക്കാം. അതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ വണ്ടി കേട്ടോ. അപ്പൊ ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടികളാണ്. 1,29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ ഫ്ലഡ് ഒന്നും ഇല്ല. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,45 ലക്ഷം, ജസ്റ്റ് 3,45 ലക്ഷം, 3,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 2014 രജിസ്ട്രേഷനുള്ള അമേസ് ഡീസൽ വണ്ടി കിട്ടാണ്. അതും ഫുൾ ഓപ്ഷൻ വണ്ടി. എന്താ അടിപൊളി ഡീലല്ലേ, ഗംഭീര ഡീലാണ്. ഇതിന് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും. അപ്പോൾ സെഡാനുകളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു i20 നോക്കിയാലോ. i20 ആസ്റ്റ ഫുൾ ഓപ്ഷൻ i20 ആണ്, പെട്രോള്, 2018 മോഡല് വണ്ടി, 74,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കാണാൻ നല്ല രസമായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഹാച്ച് ബാക്കിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഇതിന്റെ ബാക്കൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മോഡലാണ് ഈ i20 എന്ന് പറയുന്നത്. ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് i20. അപ്പോൾ i20 2018 മോഡല്, ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടി, 74,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. 6 lakhs, 6 ലക്ഷം. നിങ്ങൾ ഇന്റീരിയർ ഒക്കെ നോക്കിക്കോളൂ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. 2018 മോഡല് i20 ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വേരിയന്റ് കേട്ടോ. അപ്പോൾ നല്ല വണ്ടിയാണ്, ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഡിസൈൻ ആണെങ്കിലും നല്ല ഒരു ടൈംലെസ് ഡിസൈൻ എന്നൊക്കെ പറയാം. നമുക്ക് അങ്ങനെ ബോറടിക്കാത്ത നല്ലൊരു ഡിസൈൻ ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് i20 ആസ്റ്റ. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് ബീസ്റ്റ്, ക്രെറ്റ ബ്ലാക്ക് കളറോട്, എന്ന് വെച്ചാൽ വളരെ റയർ ആയിട്ട് ക്രെറ്റ ഉണ്ടാവും. പക്ഷെ ഈ ബ്ലാക്ക് ഒരു ക്രെറ്റ നോക്കുന്ന ആൾക്കാർക്ക് റയർ ആയിട്ടാണ് ഈ സംഭവം വരുന്നത്. ക്രെറ്റ ബ്ലാക്ക് E+ മോഡല്, 4 ഡോറും പവർ വിൻഡോ ഒക്കെ ചെയ്തിട്ടുള്ള 2016 മോഡല് KL8 വണ്ടി, പെട്രോൾ വണ്ടി കേട്ടാ. 22,000 കിലോമീറ്റർ ആണ് ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ് കേട്ടാ. ലോ കിലോമീറ്റർ ക്രെറ്റ ബ്ലാക്ക് കളർ. ഇന്റീരിയർ നിങ്ങൾ നോക്കുക, ഇന്റീരിയറും ബ്ലാക്ക്. നമ്മൾ പറയില്ലേ ഡാർക്ക് എഡിഷൻ, ക്രെറ്റയുടെ ഡാർക്ക് എഡിഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തും അതാണല്ലോ ട്രെൻഡ്. ഏത് മോഡൽ ഇറക്കിയാലും എല്ലാവരും അതിന്റെ ഡാർക്ക് എഡിഷൻ, കാർബൺ എഡിഷൻ എന്ന് പറഞ്ഞിട്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അതൊരു, നമ്മൾ പറഞ്ഞില്ലേ അണിഞ്ഞൊരുങ്ങി വന്നാൽ അവനഴിയിലെ മമ്മൂട്ടി എന്നൊക്കെ പറയണ പോലെ അതാണ് സംഭവം. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടുണ്ട് ബ്ലാക്ക് വണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. പക്ഷെ അത് വന്നു കഴിഞ്ഞിട്ടില്ല, അതിന്റെ ലുക്ക് ഒന്ന് വേറെ കേട്ടോ. അപ്പൊ ക്രെറ്റനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടത് എല്ലാവർക്കും അറിയാം. ക്രെറ്റ നല്ലൊരു മോഡലാണ്. നല്ല റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ക്രെറ്റ. 2016 മോഡല് KL8, ലോ കിലോമീറ്റർ, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ. ആസ്കിംഗ് പ്രൈസ് 7,40,000 രൂപ. ആസ്കിംഗ് പ്രൈസ് 7,40,000
40,000 രൂപയാണ് നമ്മുടെ ക്രെറ്റ വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളിങ്ങനെ വലിയ വലിയ മോഡലിലേക്ക് കയറാന്ന്. ഇല്ല, നമ്മള് സാധാരണക്കാരൻ മറന്നിട്ടില്ല. എടുക്കുന്ന റെഡിഗോ, ഡാറ്റ്സൺ റെഡിഗോ 1 ലിറ്റർ ഇട്ടാ 800cc ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്. റെഡിഗോടെ 800cc കുറച്ച് പവർ കുറവാണ്, നമ്മുടെ 1 ലിറ്റർ ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക, ഇത് 1 ലിറ്റർ ആണ്, കുറച്ച് പവർ നമുക്ക് കിട്ടും. ഇത് സിംഗിൾ ഓണർ വണ്ടി റെഡിഗോ 2,70,70,000 ഡാറ്റ്സൺ റെഡിഗോ 1 ലിറ്റർ സിംഗിൾ ഓണർ 58,000 കിലോമീറ്റർ പെട്രോൾ വണ്ടി 2019 മോഡല് 2020 രജിസ്ട്രേഷൻ. പുതുപുത്തൻ വണ്ടി 2020 കേട്ടോ, അധികമായിട്ടില്ല. 2020 രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടി, 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ വണ്ടി, കേലൈറ്റ് വണ്ടി. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2,70,75,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഡാറ്റ്സൺ റെഡിഗോ 1 ലിറ്റർ സിംഗിൾ ഓണർ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി. ചെറിയ ഫാമിലികൾക്കൊക്കെ ആപ്റ്റ് ആണ് ഈ വണ്ടി. ഓക്കെ, 2019 മോഡല് 2020 രജിസ്ട്രേഷൻ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി. ആക്സിഡന്റ്, ഫ്ലഡ്, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ് ഡാറ്റ്സൺ റെഡിഗോ 1 ലിറ്റർ. ഇത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു KV100 നമ്മൾ കാണിക്കുകയാണ്. നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ ഒരെണ്ണം കാണിച്ചു. ഇത് KV100, ഇത് K8 വേരിയന്റ് ആട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് K8 വേരിയന്റ് ആണ്. ബേസ് മോഡൽ ആണെങ്കിൽ ഇത് ടോപ്പാണ്. K8 ഫുൾ ഓപ്ഷൻ വണ്ടി, KUV100 പെട്രോൾ വണ്ടി, ഫുൾ ഓപ്ഷൻ, 52,000 കിലോമീറ്റർ പെട്രോൾ വണ്ടി, 2018 മോഡൽ കേട്ടോ. 2018 മോഡല് സിംഗിൾ ഓണർ വണ്ടി, നീറ്റ് ആയിട്ടുള്ള വണ്ടി. ഇതിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞല്ലോ, അതായത് RCയിൽ തന്നെ ഇത് 6 സീറ്റർ വണ്ടിയാണ്. 6 പേർക്ക് നമുക്ക് ട്രാവൽ ചെയ്യാം. 3 പേർക്ക് ഫ്രണ്ടിലും 3 പേർക്ക് പിന്നിലുമുള്ള വണ്ടി. ഇതിന്റെ പ്രൈസ് വരുന്നത് 4,30,000 രൂപയാണ്. 2018 മോഡല് സിംഗിൾ ഓണർ KUV ടോപ്പ് എൻഡ് വേരിയന്റ് പെട്രോൾ വണ്ടി 4,30,000. അതിന് ഇനി നമുക്ക് ഒരു ആൾട്ടോ 800. ഇത് സാധാരണക്കാരന്റെ വണ്ടി, ഒന്നും പറയാല്ല. സാധാരണക്കാരന് ഉള്ള വണ്ടി, ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടുനടക്കാവുന്ന, എല്ലാവരും കൊണ്ടുനടക്കുന്ന നമ്മുടെ ലോഡ് ആൾട്ടോ 800 LXI പെട്രോൾ വേരിയന്റ്, സെക്കൻഡ് ഓണർ, 2014 മോഡല്, 46,000 കിലോമീറ്റർ വണ്ടി. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2,30,000 രൂപയാണ്. 2,30,000 ആണ് ഇതിന്റെ പ്രൈസ്. വൈറ്റ് കളർ ആൾട്ടോ, നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്ന വണ്ടി. ഇനി നമ്മള് ഇന്നോവ, എന്താ പറയാ, പണക്കാരന്റെ MPV എന്നൊക്കെ പറയണ പോലെ ഇപ്പൊ നമുക്ക് വില കുറവില് കിട്ടാണ് കേട്ടോ. ഇന്നോവ നമുക്ക് നല്ലൊരു ബ്ലാക്ക് വണ്ടി, അവിടെ ഒരു വൈറ്റ് ഒരു ഇന്നോവ ഉണ്ട്, നമുക്ക് വരാം. അപ്പൊ ആദ്യം നമുക്ക് ഇപ്പൊ ഈ ബ്ലാക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇന്റീരിയർ ഒക്കെ നോക്കിക്കോളൂ. നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇന്നോവ ബ്ലാക്ക്. ക്യാപ്റ്റൻ സീറ്റ് ഒക്കെ ആയിട്ടുള്ളത്. ഇത് 2007 മോഡല് വണ്ടിയാണ് ഈ വണ്ടി കേട്ടോ. 2007 മോഡല് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുണ്ട്. തേർഡ് ഓണർ വണ്ടി. 2,04,000 കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ. 2,04,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് പറയുന്നത് 4,30,000 രൂപ. നിസ്സാര പൈസക്ക് ഒരു ഇന്നോവ, 7 സീറ്റർ അല്ല, ഞാൻ ഇതിനെ 6 സീറ്റർ എന്ന് പറയാം, കാരണം ക്യാപ്റ്റൻ സീറ്റ് ആണല്ലോ. നല്ല രീതിയിൽ പെയിന്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രാച്ചസോ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇന്നോവ 2007 മോഡല് 4,30,000. പിന്നെ ഒരു വിന്റേജ് മോഡൽ, എവിടെയും കണ്ടു കിട്ടാത്തൊരു മോഡലാണ് ഷെവർലയുടെ ഓപ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല് പെട്രോൾ വണ്ടിയാണ്. ഒരു വിന്റേജ് കളക്ഷൻ എന്നൊക്കെ പറയില്ലേ, ഇത് എവിടെയും പിന്നെ കാണാതെ കിട്ടാത്ത ഒരു മോഡലുകളാണിത്. ഒരെണ്ണം കയ്യിൽ പെട്ടു, അതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ വല്ലപ്പോഴൊക്കെ കയ്യിൽ വരുന്ന സംഭവമാണ്. അങ്ങനെ വണ്ടിപ്രാന്തന്മാർക്കൊക്കെ എടുക്കാം. നിസ്സാര പൈസകളുണ്ടാ. K8 വണ്ടിയാണ്, സെക്കൻഡ് ഓണർ, 2004 മോഡല്, 2028 വരെ പേപ്പർ ഉണ്ട്. ഇറങ്ങുമ്പോ അത് തറവാടിയായിരുന്നു, രാജാവായിരുന്നു. അപ്പൊ അത് 2028 വരെ പേപ്പർ ഉണ്ട്. 90,000 രൂപയുള്ളൂ, 90,000 റുപ്പീസ്. ഒരു ഷെവർലെ ഓപ്ര പെട്രോൾ വണ്ടി, 2004 മോഡല്, 2028 വരെ പേപ്പർ ഉണ്ട്. അപ്പൊ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഇനി പേപ്പറിനെ ടെസ്റ്റ് കൊടുക്കണം എന്നുള്ള ഇതൊന്നും വേണ്ട. ഒരു വണ്ടി ഷെവർലയുടെ ഓപ്ര, ഒരു വെറൈറ്റി വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഇനി നമുക്കിപ്പോ ഒരു കുറച്ചും കൂടി 2007 മോഡലൊന്നും വേണ്ട, കുറച്ചും കൂടി പുതിയ ഒരു ഇന്നോവ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 2015 ഇന്നോവ ഒരെണ്ണുണ്ട്, വൈറ്റ്. ഇത് രജിസ്ട്രേഷൻ വണ്ടിയാണ്, കേരളയിലേക്ക് ആക്കിയിട്ടുള്ള വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർ, 1,98,000 കിലോമീറ്റർ. പിന്നെ ഇതിൽ ഈ സെക്കൻഡ് ഓണർ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇത് ആക്ച്വലി ഓണർ സെയിം തന്നെയാണ്. ആള് പുറത്തായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്, ഗുജറാത്തിലായിരുന്നു ആള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ആള് നാട്ടിലേക്ക് വന്നപ്പോൾ ആളുടെ പേരിൽ തന്നെ വീണ്ടും കേരള രജിസ്ട്രേഷൻ ആക്കിയതാണ്. അപ്പൊ ഓണർഷിപ്പ് സെയിം ആണ്. രജിസ്ട്രേഷന്റെ ഇത്തിരി വില കുറവും കിട്ടും, എന്നാൽ ധൈര്യമായിട്ട് എടുക്കാം. കാരണം നമ്മുടെ മലയാളി തന്നെയാണ് ഇതിന്റെ ഓണർ. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇത് 2015 മോഡല് ഇന്നോവ, 1,98,000 കിലോമീറ്റർ. എന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9,5 ലക്ഷം രൂപയാണ്.
9.5 lakhs ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. ഇതും ക്യാപ്റ്റൻ സീറ്റ് ആണ്, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള വണ്ടിയാണ്. 2015 ഇന്നോവ കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പിന്നെ കുറച്ചുകൂടി നമ്മൾ ധൈര്യത്തോടെ നമുക്ക് എടുക്കാം, കാരണം ഒരു മലയാളിയുടെ വണ്ടിയാണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു 3 KUV ഉണ്ടെന്ന്, ഇത് മൂന്നാമത്തെ KUV ആണ്. KUV 100, ഇത് K2 വേരിയന്റ് ആണ്. ഇത് 2018 മോഡൽ വണ്ടിയാണ് കേട്ടോ. ഇതിന് ആക്സിഡന്റ് ഫ്ലഡോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നമ്മൾ മുന്നേ ഇന്റീരിയർ കാണിച്ചു തരണം, വീണ്ടും ഞാൻ ഇന്റീരിയർ കാണിച്ച് നിങ്ങളെ വീണ്ടും ടൈം കളയുന്നില്ല. 6 പേർക്ക് ഇരിക്കാവുന്ന KUV 100 K2 വേരിയന്റ് പെട്രോള്, സെക്കൻഡ് ഓണർ, 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്, 2018 മോഡല്. ആസ്കിംഗ് പ്രൈസ് 3,80,000 ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു വാഗണാർ ഉണ്ട്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് കളർ റെഡ്, രണ്ടാമത് ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് വാഗണാർ പെട്രോള്, 2016 മോഡല്, തേർഡ് ഓണർ, 98,000 കിലോമീറ്റർ, 3,80,000 ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. വാഗണാർ ഓട്ടോമാറ്റിക് പെട്രോൾ കേട്ടോ. നമ്മള് ലേഡീസിനൊക്കെ വീട്ടില് വൈഫിനോ സിസ്റ്റർക്കോ ഒക്കെ എടുത്തു കൊടുക്കണമെങ്കിൽ ഈ വണ്ടി എടുത്തു കൊടുക്കാം. പിന്നെ ഒരു ടാറ്റ ഇൻഡിക്ക വരുന്നുണ്ട്. ഇത് 2009 മോഡല്, 2029 വരെ പേപ്പർ ഉള്ള ടാറ്റ ഇൻഡിക്കയാണ്. 2029 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഏകദേശം 1,00,000 കിലോമീറ്റർ, ഒരു 90,000 രൂപ നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. പിന്നെ വരുന്നത് 2006 വേഗണാർ ആണ്. സെക്കൻഡ് ഓണർ, VXI മോഡല്, ഒരു 1,20,000 കിലോമീറ്ററോളം ഇത് ഓടിയിട്ടുണ്ട്. അപ്പൊ ഇതും ജസ്റ്റ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ടൈമായി, അതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നു. 1 lakh ആണ് ഇതിന്റെ പ്രൈസ്. ഓക്കെ, താങ്ക് യു.